ബാബോ അസ്സലാമലൈക്കും. നല്ല ഉഷാറായിട്ട് പോണ്. എന്താ എന്റെ ഒരു ഇത് കോലും ബാബും കണ്ടിച്ച് ഇവിടുത്തെ ഷെയ്ക്കാണെന്ന് വിചാരിച്ചല്ലോ. ഡ്രൈവറല്ലേ? ഹൗസ് ഡ്രൈവറാണ്. നല്ല സുഖാണ്. എന്തേ ഹൗസ് ഡ്രൈവർക്ക് ഇങ്ങനെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാൻ ഈ പണി എടുത്തിഞ്ഞത്. അപ്പൊ നമ്മളൊന്നും ഇങ്ങനെ ഒരു ഇതിക്ക് വന്നിട്ടില്ല. നിങ്ങളിപ്പോ എന്നാലും ഹൗസ് ഡ്രൈവറിന്റെ ആ ഒരു പണിയല്ലേ, ആ ഒരു ഇതിന്റെ ഇതിലുള്ളത് എന്താണെന്നുള്ളപ്പോ നമുക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിപ്പ ഇങ്ങള് ഈ പണി എടുത്തിന് അന്നിപ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല സുഖാണ്, ഉഷാറായിട്ട് ഭാഗത്താണോ? അൽഹംദുലില്ലാ ാണ്. എന്താ ഞങ്ങൾക്കിപ്പോ ഹൗസ് ഡ്രൈവർ പുച്ഛോ ഞാൻ പുച്ചിട്ടില്ല. ഞാനൊരു 2 വർഷം ഞാൻ ഒരു പണി എടുത്തു നോക്കിഞ്ഞേ. അപ്പൊ എടുത്തിട്ട് ഞാൻ അനുഭവിച്ച കുറെ വേദനകളും ഇതൊക്കെ ഉണ്ട്. അത് എല്ലാ പണിയിലും എല്ലാവർക്കും പല വേദനകളും ഉണ്ടാവും. അല്ല ഞാൻ ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്കന്നെ വല്ലാത്തൊരു ഇതായി പോയി, ഒരു ഷോക്ക്. കാരണം ഇങ്ങനെ എത്ര ടിപ്പിലും കാര്യത്തിലും ഇതിലൊക്കെ കണ്ടാൻ പറ്റുന്ന മറ്റേ ഷെയ്ക്കിന്റെ ഇടകൈയാണോ വലകൈയാണോ എന്നുള്ളത് ഒരു പലമായ സംശയം. അങ്ങനെ ഒരു ഇതില് അല്ല ആ സംശയത്തിന് ഇപ്പൊ നിർവാഹമില്ല. കാരണം വെച്ചാല് അന്ന് പല ആളുകൾ പല ജോലിയിലും കഷ്ടപ്പെട്ടോലും. ഇപ്പൊ കമ്പനിയിൽ ഇനി പറഞ്ഞ വലിയ ഇടങ്കയ്യും വലങ്കയ്യും ആയ ആളുകളുണ്ടല്ലോ, ഓർക്കും ഉണ്ടാവും അതിൻ്റെതായ കഷ്ടപ്പാട്. എല്ലാ ജോലിക്കും ചില ആളുകൾക്ക് നല്ല സുഖമായിക്കാറും. നല്ല സുഖം തന്നെയായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സമയത്ത് ഞാനൊക്കെ ഒരു ഹൗസ് ഡ്രൈവർ ആയ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലൂടെ പോയ കണ്ടപ്പോ അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭാവന കണ്ടപ്പോ അങ്ങനെ നല്ല ഹൗസ് ഡ്രൈവർ ഇതിലാണ് സിമ്മിലാണ് എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല ചില ആളുകളെ ഇത് കണ്ടപ്പോഴേ ചില ആളുകളെ കുഞ്ഞിപ്പാ ചില ആളുകൾ പറയുന്നുണ്ട് ഓരോരുത്തരുടെ ജോലിയിലും പ്രശ്നങ്ങളാണെന്ന്. ഇപ്പൊ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ടാണല്ലോ നിങ്ങൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ അതിന്റെ ടെൻഷൻ. ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട്സിൽ ആ ഓഫീസിൽ കയറിയത് മുതൽ ഇറങ്ങുന്നത് വരെ പ്രശ്നമാണ്. ടെൻഷൻ തന്നെയാണ്. എന്നിട്ട് അത്രയും വലിയ അക്കൗണ്ടന്റും വലിയ ശമ്പളം മേടിച്ച ആളായിട്ട് പിന്നെ ആ ടെൻഷൻ പാടില്ലല്ലോ. എന്നാലും നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആണ്. അൽഹംദുലില്ലാ. ഓലൊന്നും ഇടയിൽ പോകണമെന്ന് അറിയും, ഓലപ്പോ പോകും. പിന്നെ ഈ ടിപ്പ് തന്നെ മാറ്റി പോവാന്ന് തന്നെ ഓൽക്ക് കല്യാണത്തിന് കൊണ്ടുപോകും, കുടുംബക്കാരോടൊക്കെ കൊണ്ടുപോകണ്ടോ. ആ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇനിയിപ്പോ ഞാനിപ്പോ എന്താ നാട്ടിലായിരിക്കും എല്ലാ പരിപാടിക്കും. അല്ല നമ്മളൊന്നും ഇതിനൊന്നും പോലെ അടുപ്പിച്ചു തന്നെയില്ല. നമ്മളാണ്ട് കല്യാണത്തിനും ഇതിനൊന്നും നമ്മളോട് പോകാനും ഇതിനൊന്നും സമ്മതിക്കില്ല. പോകുമ്പോ എല്ലാ സംഗതിക്കും എല്ലായിടത്തും കല്യാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഓല കൂടെ പോകും. പിന്നെ നല്ല ടീമാണല്ലോ, നല്ല ഉഷാറ്. അൽഹംദുലില്ലാ. ഞാനെന്നല്ല ഇപ്പൊ ഉള്ള ഒരുവിധം ഡ്രൈവർമാർക്കൊക്കെ അങ്ങനെ തന്നെ. ഒരുവിധം വീടുകളൊക്കെ നല്ല ഉഷാറും. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടായിട്ട് വളരെ പ്രയാസമുണ്ട്. ഞാനൊക്കെ ഭയങ്കര അതുകൊണ്ടല്ല അന്ന് ഞാൻ അടിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു വരാന്ന് പിന്നെ അക്കൗണ്ടിന്റെ ഇതില് വന്നത്. അന്ന് നമ്മള് കുറെ പഠിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് തലവെച്ചതല്ലേ നമുക്ക് വരുള്ളൂ. എന്നാ മറ്റേ ഡ്രൈവർ പണിന്റെ ഇതിലേ ഇനി അതിലങ്ങനെ വന്നപ്പോൾ ആ ഒരു കഷ്ടപ്പാട്. പക്ഷെ ഫസ്റ്റ് വരികയാണെങ്കിൽ ഡ്രൈവർ പണി വരണം. എന്നാലേ നമ്മൾ ഇവിടുത്തെ ഒരു സൗദി അറേബ്യനെ കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുള്ളൂ. ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ ആളുകള് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അന്ന് നമ്മളാ പഠിക്കുന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു. അൽഹംദുലില്ലാ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ ഒരു ടെൻഷനാണ് ഓരോ കാര്യങ്ങളായിട്ട്. പക്ഷെ ഭാവനെ സംബന്ധിച്ച് കൊല്ലത്തിൽ ഇവിടെ മദ്രസാണ് പൂട്ടിണ്ട്. എന്നോട് എന്താ പറയലേ, നാട്ടിൽ പോണേ പോയിക്കോ, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരേ അതാ എന്നോട് പറയല്. ഒരു കുഴപ്പമില്ല, ടിക്കറ്റും ഫ്രീ ആണ്, ശമ്പളം ആ നേരത്തിനും കാലത്തിനും ശമ്പളം കിട്ടും. നിങ്ങൾക്കൊക്കെ കമ്പനികളിൽ നിന്ന് ചിലപ്പോ 2-3 മാസം കിട്ടാൻ വൈകണ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ അറിയില്ല. ഇതുവരെ കമ്പനിന്റെ ഇതിൽ നമ്മളൊന്നും ഇട്ടില്ല. പക്ഷെ ലീവിന്റെ കാര്യമൊക്കെ വളരെ പ്രയാസമാണ്. അവനിപ്പോ മദ്രസ കൂട്ടി കഴിഞ്ഞാല് കൊല്ലത്തില് 2 ദിവസം കൊല്ലത്തിലാകെ 21 ദിവസത്തെ ലീവുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കുമ്പോ രാജാവ് ഷെയ്ക്ക് തന്നെയാണ്. ഞാൻ പുച്ഛിച്ചല്ല, കാരണം ഞാൻ ഈ ഒരു പണി എടുത്തോണ്ട് അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇന്നൊരു ഇത്. അപ്പൊ ഇന്ന് ഭാവന അങ്ങനെ കണ്ടപ്പോ നമ്മളിപ്പോ ആടുജീവിതം കണ്ട് ആടുജീവിതത്തിൽ എന്താ ഏതോ ഒരാളങ്ങനെ കുടുങ്ങിപ്പോയി. ഒരാള് കുടുങ്ങിയതിനാണ് പക്ഷെ ഈ ഒരു പിന്നെ പ്രവാസം ഇങ്ങനെ ഒരു രാജ്യവും ഇങ്ങനെ ഒരു പ്രവാസത്തേക്ക് മാറ്റം ഉണ്ടായതുകൊണ്ടാണ് നമ്മള് പ്രത്യേകിച്ച് നമ്മളെ നാടും നമ്മളൊക്കെ വികസനത്തിലും കാര്യത്തിലും വന്നത്. ഒരു സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതൊക്കെ ശരിയാണ്. കാരണം പ്രവാസം ഇല്ലെങ്കിൽ പിന്നെ നാടില്ലല്ലോ. നാട്ടും നാട്ടാരും വീട്ടാരും ആരുമില്ല. അതാണ് നമ്മള് ആരെങ്കിലും ഒരാളൊരു കുടുങ്ങിയെന്ന് വിചാരിച്ചാണ്ട് ഈ ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ആളുകള് അത് അന്നവിടെ കുടുങ്ങിയെന്ന്. ഒരാള് ആടുജീവിതത്തിൽ ആ സിനിമ കണ്ട് കുടുങ്ങിപ്പോയി. അത് കണ്ടുകണ്ട് കയറാതെ നിന്നുണ്ടെങ്കിൽ എല്ലാരും ആ കഷ്ടം ഇതിൽ ആടുജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടേക്കാരം നമ്മളെ നാട്ടിലെക്കുമ്പോ ഈ കണ്ട ആളുകൾ ഫുള്ള് നാട്ടിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും നേടാൻ കഴിയൂല. ശരിയാണ്. പട്ടിണിയും പരിതാപകരം തന്നെ ഇക്കാറും. ശരി തന്നെയാണ്. ഞാൻ പിന്നെ അതല്ല ഞാൻ പറഞ്ഞത് ദേഷ്യമൊന്നും തോന്നണ്ട. കണ്ടപ്പോഴേ കാരണം നമ്മളൊരു പണി എടുത്താണ്ട് അന്ന്
ഇന്റെ ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഇങ്ങനെ ഒരു ടിപ്പിൽ അടക്കാനോ ഒന്നിനും അങ്ങനെ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. കുഴപ്പമില്ല, മാഷാ അല്ലാ. ഏതായാലും ഉഷാറായി നടക്കട്ടെ. ഞാനും കുറച്ചൊരു ഇതിലാണ്. ഇൻഷാ അല്ലാ. എന്തായാലും കാണാം. വെള്ളം ഇല്ലാതെ കുടിക്കണം. അല്ല ഒന്നും വേണ്ട. ഇല്ല, ഞാനിപ്പോ ഇനി ഒരു പരിപാടി ഉണ്ട്, ഒരു കല്യാണം ഉണ്ടെന്ന്. ആ കല്യാണത്തിന് പോകാനുള്ള പരിപാടി. ഫുള്ള് എല്ലാ ദിവസവും ഓരോ പരിപാടികളും. വാ വാ, നമ്മുടെ നാട്ടുകാരനാണ്. വാ. നാട്ടുകാരൻ ഇപ്പൊ പുതിയ ഒന്നാണ് തന്നെ. എന്താ പരിപാടി? ഓനിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നോക്കണം. അത് ശരി. എന്താ മറ്റേ ഡ്രൈവിംഗ് കാര്യങ്ങളാണോ അല്ല അക്കൗണ്ടന്റ് ആണോ ഓഫീസിലാണോ എന്തെങ്കിലും? അക്കൗണ്ടന്റ് ഫീൽഡ് നോക്കണം. പഠിച്ചു നല്ല വിദ്യാഭ്യാസം. എന്തെങ്കിലും പഠിച്ച ഏതാ ഡിഗ്രി? ഞാൻ BBA കഴിഞ്ഞാണല്ലേ. നമുക്ക് നോക്കാം. നമുക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇൻഷാല്ലാ നോക്കാം കേട്ടോ. ഇൻഷാല്ലാ കാണാം. ആയിക്കോട്ടെ. വലൈക്കും സലാം.